സുഭാഷിതങ്ങൾ അധ്യായം 26. വേനൽക്കാലത്ത് മഞ്ഞും കൊയ്ത്തുകാലത്ത് മഴയും പോലെ ഭോഷന് ബഹുമതി ഇണങ്ങുകയില്ല. പാറിപ്പറക്കുന്ന കുരുവിയും തെന്നിപ്പറക്കുന്ന മീവൽ പക്ഷിയും എങ്ങും തങ്ങാത്തതുപോലെ അകാരണമായ ശാപം എങ്ങും ഏശുന്നില്ല. കുതിരയ്ക്ക് ചമ്മട്ടി, കഴുതയ്ക്ക് കടിഞ്ഞാൺ, ഭോഷന്റെ മുതുകിന് വടിയും. ഭോഷനോട് അവൻ്റെ വിഡ്ഢിത്തത്തിനൊപ്പിച്ച് മറുപടി പറയരുത്, നീയും അവന് തുല്യനെന്ന് വരും. ഭോഷന് തൻ്റെ ഭോഷത്വത്തിന് തക്ക മറുപടി കൊടുക്കുക, അല്ലെങ്കിൽ താൻ ജ്ഞാനിയാണെന്ന് അവൻ വിചാരിക്കും. ഭോഷന്റെ കയ്യിൽ സന്ദേശം കൊടുത്തയക്കുന്നവൻ സ്വന്തം കാൽ മുറിച്ചു കളയുകയും അക്രമം വിളിച്ചു വരുത്തുകയുമാണ് ചെയ്യുന്നത്. നിരുപയോഗമായി തൂങ്ങിക്കിടക്കുന്ന മുടന്തുകാല് പോലെയാണ് ഭോഷന്മാരുടെ നാവിൽ ആപ്തവാക്യം. ഭോഷന് ബഹുമാനം കൊടുക്കുന്നത് കവിണയിൽ കല്ല് തൊടുക്കുന്നത് പോലെയാണ്. മദ്യപൻ്റെ കയ്യിൽ തുളഞ്ഞു കയറിയ മുള്ളുപോലെയാണ് ഭോഷന്മാരുടെ വായിൽ ആപ്തവാക്യം. വഴിയെ പോയ ഭോഷനെയോ മദ്യപനെയോ കൂലിക്ക് നിർത്തുന്നവൻ കാണുന്നവരെയൊക്കെ എയ്യുന്ന വില്ലാളിയെപ്പോലെയാണ്. ഭോഷത്വം ആവർത്തിക്കുന്നവൻ ഛർദ്ദിച്ചത് ഭക്ഷിക്കുന്ന നായെപ്പോലെയാണ്. ജ്ഞാനിയെന്ന് ഭാവിക്കുന്നവനേക്കാൾ ഭോഷന് കൂടുതൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അലസൻ പറയുന്നു, വഴിയിൽ സിംഹമുണ്ട്, തെരുവിൽ സിംഹമുണ്ട്. ചുഴിക്കുറ്റിയിൽ കതകെന്ന പോലെ അലസൻ കിടക്കയിൽ കിടന്ന് തിരിയുന്നു. അലസൻ കൈ പാത്രത്തിൽ ആഴ്ത്തിവെക്കുന്നു, അത് വായിലേക്ക് അടുപ്പിക്കുന്നത് പോലും അവന് ക്ലേശമാണ്. വകതിരിവോടെ സംസാരിക്കാൻ കഴിവുള്ള 7 പേരേക്കാൾ കൂടുതൽ വിവേകിയാണ് താനെന്ന് അലസൻ ഭാവിക്കുന്നു. അന്യരുടെ വഴക്കിൽ തലയിടുന്നവൻ വഴിയെ പോകുന്ന പട്ടിയെ ചെവിക്ക് പിടിച്ചു നിർത്തുന്നതിനെ പോലെയാണ്. അയൽക്കാരനെ വഞ്ചിച്ചിട്ട് ഇതൊരു നേരം പോക്ക് മാത്രം എന്ന് പറയുന്നവൻ തീക്കൊള്ളിയും അമ്പുകളും മരണവും ചുഴറ്റിയെറിയുന്ന ഭ്രാന്തനെ പോലെയാണ്. മനസ്സിൽ വിദ്വേഷമുള്ളവൻ വാക്കുകൊണ്ട് സ്നേഹം നടിക്കുകയും ഹൃദയത്തിൽ വഞ്ചന പുലർത്തുകയും ചെയ്യുന്നു. അവൻ മധുരമായി സംസാരിക്കുമ്പോഴും അവനെ വിശ്വസിക്കരുത്, കാരണം അവൻ്റെ ഹൃദയത്തിൽ 7 മ്ലേച്ഛതയുണ്ട്. അവൻ വിദ്വേഷം കൗശലത്തിൽ മറച്ചു വച്ചാലും അവൻ്റെ ദുഷ്ടത സംഘത്തിൽ വെച്ച് വെളിപ്പെടും. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും. താൻ ഉരുട്ടുന്ന കല്ല് തൻ്റെ മേൽ തന്നെ വീഴും. കള്ളം പറയുന്നത് അതിനിരയായവരെ വെറുക്കുകയാണ്. മുഖസ്തുതി പറയുന്ന നാവ് നാശം വരുത്തി വയ്ക്കുന്നു. സുഭാഷിതങ്ങൾ അധ്യായം 27. നാളെയെ ചൊല്ലി അഹങ്കരിക്കേണ്ട. ഒരു ദിവസം കൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് നീ അറിയുന്നില്ല. ആത്മപ്രശംസ ചെയ്യരുത്, മറ്റുള്ളവർ നിന്നെ പ്രശംസിക്കട്ടെ. അന്യൻ്റെ നാവാണ്, നിൻ്റേതല്ല അത് ചെയ്യേണ്ടത്. കല്ലിന് ഭാരമുണ്ട്, മണലിനും ഭാരമുണ്ട്, എന്നാൽ ഭോഷന്റെ പ്രകോപനം ഇവ രണ്ടിനേക്കാൾ ഭാരമുള്ളതത്രേ. ക്രോധം ക്രൂരമാണ്, കോപം അനിയന്ത്രിതമാണ്, എന്നാൽ അസൂയയെ നേരിടാൻ ആർക്കാണ് കഴിയുക? തുറന്ന കുറ്റപ്പെടുത്തലാണ് നിഗൂഢമായ സ്നേഹത്തെക്കാൾ മെച്ചം. സ്നേഹിതൻ മുറിപ്പെടുത്തുന്നത് ആത്മാർത്ഥത നിമിത്തമാണ്, ശത്രുവാകട്ടെ നിന്നെ തെരുതെരെ ചുംബിക്കുക മാത്രം ചെയ്യുന്നു. ഉണ്ടു നിറഞ്ഞവന് തേൻ പോലും മടുപ്പുണ്ടാക്കുന്നു, വിശക്കുന്നവന് കയ്പും മധുരമായി തോന്നുന്നു. വീട് വിട്ട് അലയുന്നവൻ കൂടുവിട്ട് അലയുന്ന പക്ഷിയെപ്പോലെയാണ്. തൈലവും സുഗന്ധദ്രവ്യവും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു, അപ്പോഴും ക്ലേശങ്ങൾ ആത്മാവിനെ ഉലച്ചുകൊണ്ടിരിക്കുന്നു. സ്വന്തം സ്നേഹിതനെയും പിതാവിൻ്റെ സ്നേഹിതനെയും പരിത്യജിക്കരുത്. ആപത്ത് വരുമ്പോൾ സഹോദരൻ്റെ ഭവനത്തിൽ പോവുകയുമരുത്. അടുത്തുള്ള അയൽക്കാരനാണ് അകലെയുള്ള സഹോദരനേക്കാൾ മെച്ചം. മകനെ, നീ ജ്ഞാനിയാവുക, അങ്ങനെ എന്നെ സന്തോഷിപ്പിക്കുക.
എന്നെ കുറ്റപ്പെടുത്തുന്നവന് മറുപടി കൊടുക്കുവാൻ അപ്പോൾ എനിക്ക് സാധിക്കും. വിവേകി ആപത്ത് കണ്ടറിഞ്ഞൊഴിഞ്ഞു മാറുന്നു, അല്പബുദ്ധി അതിലേക്ക് ചെന്ന് ശിക്ഷ അനുഭവിക്കുന്നു. അന്യന് ജാമ്യം നിൽക്കുന്നവൻ്റെ കുപ്പായം കൈവശപ്പെടുത്തിക്കൊള്ളുക, പരദേശികൾക്ക് ജാമ്യം നിൽക്കുന്നവനോട് പണയം വാങ്ങിക്കൊള്ളുക. അതിരാവിലെ അയൽക്കാരന് ഉച്ചത്തിൽ നേരുന്ന അനുഗ്രഹം ശാപമായി ഗണിക്കും. ദിവസം മുഴുവൻ പെയ്തുകൊണ്ടിരിക്കുന്ന ചാറ്റൽ മഴയും കലഹപ്രിയയായ ഭാര്യയും ഒന്നുപോലെ തന്നെ. അവളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് കാറ്റിനെ പിടിച്ചടക്കാൻ തുനിയുന്നത് പോലെയോ കയ്യിൽ എണ്ണ മുറുക്കി പിടിക്കാൻ ശ്രമിക്കുന്നത് പോലെയോ ആണ്. ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു, ഒരുവൻ അപരൻ്റെ ബുദ്ധിക്ക് മൂർച്ച കൂട്ടുന്നു. അത്തിമരം വളർത്തുന്നവൻ അതിൻ്റെ പഴം തിന്നും, യജമാനനെ ശുശ്രൂഷിക്കുന്നവൻ ബഹുമാനിക്കപ്പെടും. വെള്ളത്തിൽ മുഖം പ്രതിബിംബിക്കുന്നത് പോലെ മനുഷ്യൻ്റെ മനസ്സ് അവനെ തന്നെ പ്രതിഫലിപ്പിക്കുന്നു. പാതാളവും നരകവും ഒരിക്കലും തൃപ്തി അടയുന്നില്ല, മനുഷ്യൻ്റെ കണ്ണുകൾ ഒരിക്കലും സംതൃപ്തമാകുന്നില്ല. വെള്ളിയുടെ മാറ്റ് മോശയിലൂടെയും സ്വർണത്തിൻ്റെ മാറ്റ് ചൂളയിലൂടെയും എന്ന പോലെ മനുഷ്യൻ്റെ മാറ്റ് അവന് ലഭിക്കുന്ന പ്രശംസയിലൂടെ നിർണയിക്കപ്പെടുന്നു. ഭോഷനെ ധാന്യത്തോടൊപ്പം ഉരലിലിട്ട് ഇടിച്ചാലും അവൻ്റെ ഭോഷത്വം വിട്ടുമാറുകയില്ല. നിന്റെ ആട്ടിൻപറ്റങ്ങളെ ശരിക്കും നോക്കിക്കൊള്ളുക, കന്നുകാലികളെ സശ്രദ്ധം പാലിക്കുക. എന്തെന്നാൽ സമ്പത്ത് എന്നേക്കും നിലനിൽക്കുകയില്ല, കിരീടം എല്ലാ തലമുറകളിലും നിലനിൽക്കാറുണ്ടോ? പുല്ല് തീർന്നു പോകുന്നു, പുതിയത് മുളച്ചു വരുന്നു, കുന്നിൻപുറങ്ങളിലെ പച്ചപ്പുല്ല് ശേഖരിക്കപ്പെടുന്നു. അപ്പോൾ ആട്ടിൻകുട്ടികൾ ഉടുപ്പിനുള്ള വകയും കോലാടുകൾ നിലത്തിനുള്ള വിലയും നിനക്ക് നേടിത്തരും. നിനക്കും കുടുംബത്തിനും വേണ്ടത്ര പാലും പരിചാരികമാരെ പോറ്റാനുള്ള വകയും ലഭിക്കും. സുഭാഷിതങ്ങൾ അധ്യായം 28. ആരും പിന്തുടരാത്തപ്പോഴും ദുഷ്ടർ പേടിച്ചോടുന്നു, നീതിമാന്മാരാവട്ടെ സിംഹത്തെ പോലെ ധീരരാണ്. അന്യായം പെരുകുമ്പോൾ നാട്ടിൽ പല ഭരണാധിപന്മാർ ഉണ്ടാകുന്നു. ബുദ്ധിയും പരിജ്ഞാനവുമുള്ളവർ അതിൻ്റെ സ്വസ്ഥിതി ദീർഘകാലം നിലനിർത്തും. ദരിദ്രനെ പീഡിപ്പിക്കുന്ന അധികാരി ഭക്ഷ്യവിളകൾ നശിപ്പിക്കുന്ന പേമാരിയാണ്. നിയമം ലംഘിക്കുന്നവൻ ദുഷ്ടരെ പ്രശംസിക്കുന്നു, നിയമം പാലിക്കുന്നവൻ അവരോട് ഏറ്റുമുട്ടുന്നു. ദുഷ്ടർ നീതി അറിയുന്നില്ല, കർത്താവിനെ തേടുന്നവർ അത് പൂർണ്ണമായും മനസ്സിലാക്കുന്നു. വക്രബുദ്ധിയായ ധനവാനേക്കാൾ സത്യസന്ധനായ ദരിദ്രനാണ് ശ്രേഷ്ഠൻ. കൽപ്പന പാലിക്കുന്ന പുത്രൻ ജ്ഞാനിയാണ്. ദുർവൃത്തന്മാരുമായി കൂട്ടുകൂടുന്നവൻ പിതാവിന് അപമാനം വരുത്തിവെക്കുന്നു. പലിശയും കൊള്ളലാഭവും വഴി നേടിയ സമ്പത്ത് ദരിദ്രരോട് ദയവുള്ളവൻ്റെ കയ്യിൽ ചെന്നു ചേരും. നിയമം വകവയ്ക്കാത്തവൻ്റെ പ്രാർത്ഥന പോലും വെറുപ്പുളവാക്കുന്നു. സത്യസന്ധരെ ദുർമാർഗത്തിലേക്ക് നയിക്കുന്നവൻ താൻ കുഴിച്ച കുഴിയിൽ തന്നെ വീഴും. നിഷ്കളങ്കർക്ക് നന്മ ഭവിക്കും. താനൊരു ജ്ഞാനിയാണെന്ന് ധനികൻ വിചാരിക്കുന്നു, ബുദ്ധിമാനായ ദരിദ്രൻ അവൻ്റെ തനിനിറം കണ്ടുപിടിക്കുന്നു. നീതിമാന്മാരുടെ വിജയത്തിൽ എങ്ങും ആഹ്ലാദം തരുതല്ലെന്നു, ദുഷ്ടരുടെ ഉയർച്ചയിൽ ജനങ്ങൾ ഓടിയൊളിക്കുന്നു. തെറ്റുകൾ മറച്ചുവെക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല, അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. നിരന്തരം ദൈവഭക്തിയിൽ കഴിയുന്നവൻ അനുഗ്രഹീതനാണ്, ഹൃദയം കഠിനമാക്കി വയ്ക്കുന്നവൻ ദുരിതം അനുഭവിക്കും. നിസ്സഹായരുടെ മേൽ ഭരണം നടത്തുന്ന ദുഷ്ടനായ രാജാവ് ഗർജിക്കുന്ന സിംഹത്തെയോ ഇര തേടുന്ന കരടിയെയോ പോലെയാണ്. ബുദ്ധിശൂന്യനായ രാജാവ് പ്രജകളെ ക്രൂരമായി പീഡിപ്പിക്കുന്നു. കൊള്ളലാഭം വെറുക്കുന്നവന് ആയുസ് വർദ്ധിക്കും.
കൊലപാതകി മരണം വരെ അലഞ്ഞു തിരിയട്ടെ, ആരും അവന് ഇടം കൊടുക്കരുത്. ധർമ്മമാർഗത്തിൽ ചരിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും, ദുർമാർഗത്തിൽ ചരിക്കുന്നവൻ കുഴിയിൽ വീഴും. മണ്ണിൽ അധ്വാനിക്കുന്നവന് വേണ്ടത്ര ആഹാരം കിട്ടും, പാഴ്വേല ചെയ്യുന്നവൻ കടുത്ത ദാരിദ്ര്യം അനുഭവിക്കും. വിശ്വസ്തൻ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടും, ധനികനാവാൻ തിടുക്കം കൂട്ടുന്നവൻ ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. പക്ഷപാതം നന്നല്ല, എങ്കിലും ഒരപ്പക്കഷണത്തിനു വേണ്ടി പോലും മനുഷ്യൻ തെറ്റ് ചെയ്യുന്നു. ലുപ്തൻ സമ്പത്തിന് പിന്നാലെ പരക്കം പായുന്നു, തന്നെ ദാരിദ്ര്യം പിടികൂടുമെന്ന് അവൻ അറിയുന്നില്ല. മുഖസ്തുതി പറയുന്നവനേക്കാൾ ശാസിക്കുന്നവനാണ് പിന്നീട് പ്രീതിപാത്രമാവുക. അപ്പനിൽ നിന്നോ അമ്മയിൽ നിന്നോ പിടിച്ചു പറിച്ചിട്ട് അത് തെറ്റല്ല എന്ന് പറയുന്നവൻ ധ്വംസകന്റെ കൂട്ടുകാരനാണ്. അത്യാഗ്രഹികൾ കലഹം ഇളക്കിവിടുന്നു, കർത്താവിൽ ആശ്രയിക്കുന്നവരാകട്ടെ ഐശ്വര്യം നേടും. സ്വന്തം ബുദ്ധിയിൽ വിശ്വാസം അർപ്പിക്കുന്നവൻ ഭോഷനാണ്, ജ്ഞാനമാർഗത്തിൽ ചരിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. ദരിദ്രർക്ക് ദാനം ചെയ്യുന്നവൻ ക്ഷാമം അനുഭവിക്കുകയില്ല, അവരുടെ നേരെ കണ്ണടയ്ക്കുന്നവന് ശാപത്തിന്മേൽ ശാപമുണ്ടാകും. ദുഷ്ടരുടെ ഉയർച്ചയിൽ ആളുകൾ ഓടിയൊളിക്കുന്നു, അവർ അധപതിക്കുമ്പോൾ നീതിമാന്മാർ പ്രബലരാകും. സുഭാഷിതങ്ങൾ അധ്യായം 29. കൂടെ കൂടെ ഗുണദോഷിക്കപ്പെട്ടിട്ടും മർക്കടമുഷ്ടി പിടിക്കുന്നവൻ രക്ഷപ്പെടാനാവാത്ത തകർച്ചയിൽ പെട്ടെന്ന് പതിക്കും. നീതിമാന്മാർ അധികാരത്തിലിരിക്കുമ്പോൾ ജനങ്ങൾ സന്തോഷിക്കുന്നു, ദുഷ്ടന്മാർ ഭരിക്കുമ്പോൾ ജനങ്ങൾ വിലപിക്കുന്നു. ജ്ഞാനത്തെ സ്നേഹിക്കുന്നവൻ പിതാവിനെ സന്തോഷിപ്പിക്കുന്നു, വേശ്യകളോട് സഹവസിക്കുന്നവൻ സമ്പത്ത് ധൂർത്തടിക്കുന്നു. നീതിയിലൂടെ രാജാവ് നാടിന് ക്ഷേമം വരുത്തുന്നു, നിർബന്ധിച്ച് നികുതി ഈടാക്കുന്നവൻ നാട് നശിപ്പിക്കുന്നു. അയൽക്കാരനോട് മുഖസ്തുതി പറയുന്നവൻ അവൻ്റെ കാലിന് കെണിവയ്ക്കുകയാണ്. ദുഷ്ടന്റെ അതിക്രമങ്ങൾ അവനെ കുരുക്കിലാക്കുന്നു, നീതിമാൻ സന്തോഷത്തോടെ മുന്നേറുന്നു. നീതിമാൻ ദരിദ്രരുടെ അവകാശങ്ങൾ അംഗീകരിക്കുന്നു, ദുഷ്ടന് അതിലൊന്നും ശ്രദ്ധയില്ല. പരിഹാസകൻ നഗരത്തിന് തീ വയ്ക്കുന്നു, ജ്ഞാനികൾ ക്രോധം അകറ്റിക്കളയുന്നു. ജ്ഞാനി ഭോഷനുമായി വ്യവഹാരത്തിലേർപ്പെട്ടാൽ ഭോഷൻ കലിതുള്ളുകയും അട്ടഹസിക്കുകയും ചെയ്യുമെന്നല്ലാതെ സമാധാനം ലഭിക്കുകയില്ല. രക്തദാഹികൾ നിർദോഷനെ വെറുക്കുന്നു, ദുഷ്ടൻ അവൻ്റെ ജീവൻ വേട്ടയാടുന്നു. ഭോഷൻ കോപത്തെ കടിഞ്ഞാൺ അയച്ചുവിടുന്നു, ജ്ഞാനി അതിനെ ക്ഷമയോടെ നിയന്ത്രിക്കുന്നു. ഭരണാധിപൻ അസത്യത്തിന് ചെവി കൊടുത്താൽ സേവകർ ദുഷ്ടരായിത്തീരും. ദരിദ്രനും അവനെ പീഡിപ്പിക്കുന്നവനും ഒരു കാര്യത്തിൽ തുല്യരാണ്, ഇരുവരുടെയും കണ്ണുകൾക്ക് പ്രകാശം നൽകുന്നത് കർത്താവാണ്. ദരിദ്രർക്ക് നീതി ഉറപ്പുവരുത്തുന്ന രാജാവിൻ്റെ സിംഹാസനം ഉറച്ചു നിൽക്കും. താടനവും ശാസനവും ജ്ഞാനം പകർന്നു കൊടുക്കുന്നു. തന്നിഷ്ടത്തിന് വിട്ടിരിക്കുന്ന കുട്ടി അമ്മയ്ക്ക് അപമാനം വരുത്തിവെക്കുന്നു. ദുഷ്ടന്മാർ അധികാരത്തിലിരിക്കുമ്പോൾ അതിക്രമം പെരുകുന്നു, അവരുടെ അധപതനം നീതിമാന്മാർ കാണും. മകന് ശിക്ഷണം നൽകുക, അവൻ നിനക്ക് ആശ്വാസഹേതുവാകും, നിന്റെ ഹൃദയത്തെ ആഹ്ലാദിപ്പിക്കുകയും ചെയ്യും. പ്രവചനമില്ലാത്തടത്ത് ജനങ്ങൾ നിയന്ത്രണം വെടിയുന്നു, നിയമം പാലിക്കുന്നവൻ അനുഗ്രഹീതനാണ്. വാക്കുകൊണ്ട് മാത്രം ഭൃത്യനെ നന്നാക്കാനാവില്ല, അവൻ മനസ്സിലാക്കിയാൽ തന്നെയും അനുസരിക്കുകയുമില്ല. വാതോരാതെ സംസാരിക്കുന്നവനെ നോക്കൂ, ഭോഷന് അവനേക്കാളേറെ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്.
ഭൃത്യനോട് ചെറുപ്പം മുതലേ അമിത ദാക്ഷിണ്യം കാട്ടിയാൽ നിനക്കുള്ളതെല്ലാം അവസാനം അവൻ സ്വന്തമാക്കും. രോഷാകുലൻ കലഹമിളക്കിവിടുന്നു, കോപശീലൻ അതിക്രമങ്ങൾ വരുത്തിവെക്കുന്നു. അഹങ്കാരി നിലംപതിക്കും, വിനീതഹൃദയൻ ബഹുമതി നേടും. കള്ളന്റെ പങ്കാളി തൻ്റെ തന്നെ ശത്രുവാണ്. അവൻ സത്യം ചെയ്യുന്നെങ്കിലും ഒന്നും വെളിപ്പെടുത്തുന്നില്ല. മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ്. കർത്താവിൽ വിശ്വാസം അർപ്പിക്കുന്നവൻ സുരക്ഷിതനത്രേ. ഭരണാധിപന്റെ പ്രീതി നേടാൻ പലരും ശ്രമിക്കുന്നു, എന്നാൽ നീതി ലഭിക്കുന്നത് കർത്താവിൽ നിന്നാണ്. നീതിമാൻ അനീതി കാട്ടുന്നവനെ വെറുക്കുന്നു, ദുഷ്ടൻ സന്മാർഗിയെയും. സുഭാഷിതങ്ങൾ അധ്യായം 30. മാസായിലെ യാക്കയുടെ മകനായ ആഗൂറിന്റെ വാക്കുകൾ. അവൻ ഇഥിയേലിനോടും യൂക്കാളിനോടും പറയുന്നു, മനുഷ്യനെന്ന് കരുതാനാവാത്ത മൂഢനാണ് ഞാൻ. മനുഷ്യന്റെ ബുദ്ധിശക്തി എനിക്കില്ല. ഞാൻ ജ്ഞാനം അഭ്യസിച്ചിട്ടില്ല. പരിശുദ്ധനെക്കുറിച്ചുള്ള അറിവും എനിക്കില്ല. സ്വർഗത്തിലേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്തത് ആര്? കാറ്റിനെ മുഷ്ടിയിൽ ഒതുക്കുന്നത് ആര്? സമുദ്രങ്ങളെ വസ്ത്രത്തിൽ പൊതിഞ്ഞു വച്ചിരിക്കുന്നത് ആര്? ഭൂമിയുടെ അതിരുകൾ ഉറപ്പിച്ചതാര്? അവൻ്റെ പേരെന്ത്? അവൻ്റെ പുത്രൻ്റെ പേരെന്ത്? തീർച്ചയായും നിനക്കറിയാമല്ലോ. ദൈവത്തിൻ്റെ ഓരോ വാക്കും സത്യമെന്ന് തെളിയുന്നു. തന്നെ അഭയം പ്രാപിക്കുന്നവർക്ക് അവിടുന്ന് കവചമാണ്. അവിടുത്തെ വാക്കുകളോട് ഒന്നും കൂട്ടിച്ചേർക്കരുത്. അങ്ങനെ ചെയ്താൽ അവിടുന്ന് നിന്നെ കുറ്റപ്പെടുത്തും, നീ നുണയനാവുകയും ചെയ്യും. 2 കാര്യങ്ങൾ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, മരണം വരെ എനിക്കവ നിഷേധിക്കരുതേ. അസത്യവും വ്യാജവും എന്നിൽ നിന്ന് അകറ്റി നിർത്തണമേ. ദാരിദ്ര്യമോ സമൃദ്ധിയോ എനിക്ക് തരരുതേ. ആവശ്യത്തിന് ആഹാരം തന്ന് എന്നെ പോറ്റണമേ. ഞാൻ സമൃദ്ധിയിൽ അങ്ങേ അവഗണിക്കുകയും കർത്താവ് ആരെന്ന് ചോദിക്കുകയും ചെയ്തേക്കാം. ദാരിദ്ര്യം കൊണ്ട് മോഷ്ടിച്ച് ദൈവനാമത്തെ നിന്ദിക്കുകയും ചെയ്തേക്കാം. ഭൃത്യനെക്കുറിച്ച് യജമാനനോട് അപവാദം പറയരുത്. അങ്ങനെ ചെയ്താൽ അവൻ നിന്നെ ശപിക്കുകയും നീ കുറ്റക്കാരനായി കരുതപ്പെടുകയും ചെയ്യും. പിതാവിനെ ശപിക്കുകയും മാതാവിന് നന്മ നേരാതിരിക്കുകയും ചെയ്യുന്നവരുണ്ട്. നിർദോഷരെന്ന് ഭാവിക്കുകയും മാലിന്യം കഴുകിക്കളയാതിരിക്കുകയും ചെയ്യുന്നവരുണ്ട്. കണ്ണുകളിൽ ഗർവം മുറ്റു നിൽക്കുന്ന ചിലരുണ്ട്. വാളും കത്തിയും പോലുള്ള പല്ലുകൾ കൊണ്ട് ദരിദ്രരെയും അഗതികളെയും കടിച്ചു തിന്നുന്ന ചിലരുണ്ട്. കന്നട്ടയ്ക്ക് 2 പുത്രിമാരുണ്ട്. തരുക തരുക എന്ന് അവർ മറുപടി കൂട്ടുന്നു. ഒരിക്കലും തൃപ്തിയടയാത്ത 3 കാര്യങ്ങളുണ്ട്. 4 കാര്യങ്ങൾ ഒരിക്കലും മതി എന്ന് പറയുന്നില്ല. പാതാളം, വന്ധ്യമായ ഉദരം, വെള്ളം കൊതിക്കുന്ന ഭൂമി, മതിവരാത്ത അഗ്നി. പിതാവിനെ പരിഹസിക്കുകയും അമ്മയെ അവജ്ഞയോടെ ധിക്കരിക്കുകയും ചെയ്യുന്നവൻ്റെ കണ്ണ് മലങ്കാക്കകൾ കൊത്തിപ്പറിക്കുകയും കഴുകന്മാർ തിന്നുകയും ചെയ്യും. 3 കാര്യങ്ങൾ എനിക്ക് അത്യത്ഭുതകരമാണ്. 4 കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകുന്നില്ല. കഴുകൻ്റെ ആകാശത്തിലൂടെയുള്ള പാത, സർപ്പത്തിൻ്റെ പാറയിലൂടെയുള്ള വഴി, കപ്പലിൻ്റെ സഞ്ചാരപഥം, കന്യകയോടുള്ള യുവാവിൻ്റെ പെരുമാറ്റം. വ്യഭിചാരിണിയുടെ രീതി ഇതാണ്. അവൾ വിശപ്പടക്കി മുഖം തുടച്ചുകൊണ്ട് പറയുന്നു, ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. 3 കാര്യങ്ങൾ ഭൂമിയെ വിറകൊള്ളിക്കുന്നു. 4 കാര്യങ്ങൾ അസഹ്യമാണ്. രാജാവായി ഉയർന്ന അടിമ
മൃഷ്ടാന്ന ഭോജനം കഴിച്ച ഭോഷൻ, സ്നേഹിക്കപ്പെടാത്ത ഭാര്യ, യജമാനത്തിയുടെ സ്ഥാനം അപഹരിച്ച ദാസി. ഭൂമിയിലെ 4 ജീവികൾ തീരെ ചെറുതാണ്, എങ്കിലും അസാമാന്യ ബുദ്ധി പ്രകടിപ്പിക്കുന്നു. എറുമ്പിൻ കൂട്ടം എത്രയോ ദുർബലം, എങ്കിലും അവ വേനൽക്കാലത്ത് ആഹാരം കരുതി വയ്ക്കുന്നു. കുഴിമുയൽ കെൽപ്പില്ലാത്ത ഒരു കൂട്ടം, എങ്കിലും അവ പാറകളിൽ പാർപ്പിടം നിർമ്മിക്കുന്നു. വെട്ടുക്കിളികൾക്ക് രാജാവില്ല, എങ്കിലും അവ അണിയണിയായി നീങ്ങുന്നു. പല്ലി കയ്യിലൊതുങ്ങാനേയുള്ളൂ, എങ്കിലും അത് രാജകൊട്ടാരങ്ങളിൽ പോലും കയറിപ്പറ്റുന്നു. 3 കൂട്ടർ കാൽവയ്പിൽ പ്രൗഢി പുലർത്തുന്നു. 4 കൂട്ടർക്ക് നടത്തത്തിൽ ഗാംഭീര്യമുണ്ട്. മൃഗങ്ങളിൽ കരുത്തേറിയതും ഒന്നിനെയും കൂസാത്തതുമായ സിംഹം, ഞെളിഞ്ഞു നടക്കുന്ന പൂവൻകോഴി, മുട്ടാട്, സൈന്യങ്ങളെ നയിക്കുന്ന രാജാവ്. നീ നിന്നെ തന്നെ പുകഴ്ത്തിക്കൊണ്ട് ഭോഷത്വം കാട്ടുകയോ തിന്മയ്ക്ക് കളമൊരുക്കുകയോ ചെയ്യുന്നവനാണെങ്കിൽ നിശബ്ദത പാലിക്കുക. എന്തെന്നാൽ പാല് കടഞ്ഞാൽ വെണ്ണ കിട്ടും, മൂക്കിനടിച്ചാൽ ചോര വരും, കോപം ഇളക്കിവിട്ടാൽ കലഹമുണ്ടാകും. സുഭാഷിതങ്ങൾ അധ്യായം 31. മാസാരാജാവായ ലമുവേലിൻ്റെ വാക്കുകൾ. ഇവ അവനെ അമ്മ പഠിപ്പിച്ചതാണ്. ആറ്റുനോറ്റിരുന്ന് എൻ്റെ വയറ്റിൽ പിറന്ന മകനെ, എന്താണ് ഞാൻ നിന്നോട് പറയേണ്ടത്? നിന്റെ പൗരുഷവും കഴിവുകളും രാജാക്കന്മാരെ പാട്ടിലാക്കി നശിപ്പിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി ധൂർത്തടിക്കരുത്. അല്ലയോ ലമുവേൽ, വീഞ്ഞ് രാജാക്കന്മാർക്ക് ചേർന്നതല്ല. ലഹരിപാനീയങ്ങളിൽ ആസക്തി ഭരണാധിപന്മാർക്കുചിതമല്ല. മദ്യപിക്കുമ്പോൾ അവർ കൽപ്പനകൾ മറക്കുകയും കഷ്ടപ്പെടുന്നവരുടെ അവകാശങ്ങൾ അവഗണിക്കുകയും ചെയ്യും. ലഹരിപാനീയം നാശത്തിൻ്റെ വക്കിലെത്തിയവനും വീഞ്ഞ് കഠിന ദുഃഖത്തിൽ അകപ്പെട്ടിരിക്കുന്നവർക്കും കൊടുക്കുക. അവർ കുടിച്ച് ദാരിദ്ര്യവും ദുരിതവും വിസ്മരിക്കട്ടെ. മൂകരും അനാഥരുമായവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുക. നീതിപൂർവം വിധിക്കാനും ദരിദ്രരുടെയും അഗതികളുടെയും അവകാശങ്ങൾ പരിരക്ഷിക്കാനും വേണ്ടി വാക്കുകൾ ഉപയോഗിക്കുക. ഉത്തമയായ ഭാര്യയെ കണ്ടുപിടിക്കാൻ ആർക്ക് കഴിയും? അവൾ രത്നങ്ങളെക്കാൾ അമൂല്യത്രേ. ഭർത്താവിൻ്റെ ഹൃദയം അവളിൽ വിശ്വാസം അർപ്പിക്കുന്നു, അവൻ്റെ നേട്ടങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു. അവൾ ആജീവനാന്തം ഭർത്താവിന് നന്മയല്ലാതെ ഉപദ്രവം ചെയ്യുന്നില്ല. അവൾ രോമവും ചണവും ശേഖരിച്ച് ചുറുചുറുക്കോടെ നെയ്തെടുക്കുന്നു. അവൾ വ്യാപാരിയുടെ കപ്പലുകളെ പോലെ അകലെ നിന്ന് ആഹാര സാധനങ്ങൾ കൊണ്ടുവരുന്നു. പുലർച്ചയ്ക്ക് മുമ്പേ അവൾ ഉണർന്ന് കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണമൊരുക്കുകയും പരിചാരകന്മാർക്ക് ജോലികൾ നിർദ്ദേശിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അവൾ നല്ല നിലം നോക്കി വാങ്ങുന്നു. സ്വന്തം സമ്പത്ത് കൊണ്ട് അവൾ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുന്നു. അവൾ അരമുറുക്കി കൈച്ചുറുക്കോടെ ജോലി ചെയ്യുന്നു. തൻ്റെ വ്യാപാരം ലാഭകരമാണോ എന്ന് അവൾ പരിശോധിച്ചറിയുന്നു. രാത്രിയിൽ അവളുടെ വിളക്ക് അണയുന്നില്ല. അവൾ ദണ്ടും തക്ലിയും ഉപയോഗിച്ച് നൂൽ നൂൽക്കുന്നു. അവൾ ദരിദ്രർക്ക് ദാനം ചെയ്യുകയും പാവങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു. മഞ്ഞുകാലത്ത് കുടുംബാംഗങ്ങൾക്ക് തണുപ്പേൽക്കുമെന്ന് അവൾ ഭയപ്പെടുന്നില്ല. അവർക്ക് ധരിക്കാൻ ഇരട്ട വസ്ത്രങ്ങളുണ്ട്. അവൾ സ്വയം വിരിപ്പുകൾ നിർമ്മിക്കുന്നു. മൃദുലവും ധൂമ്രവർണവുമായ പട്ടുവസ്ത്രങ്ങളാണ് അവൾ ധരിക്കുന്നത്. ശ്രേഷ്ഠന്മാരോടൊപ്പം ഇരിക്കുമ്പോൾ നഗരകവാടത്തിൽ അവളുടെ ഭർത്താവ് ശ്രദ്ധേയനാകുന്നു. അവൾ ചണവസ്ത്രങ്ങളുണ്ടാക്കി വിൽക്കുകയും അരപ്പട്ടകൾ വ്യാപാരിക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു.
അവൾ കഴിവും അന്തസ്സും അണിയുന്നു, ഭാവിയെ നോക്കി പുഞ്ചിരിക്കുന്നു. അവൾ വായു തുറന്നാൽ ജ്ഞാനമേ പുറത്തു വരൂ. ദയാമസൃണമായ ഉപദേശം അവളുടെ നാവിലുണ്ട്. കുടുംബാംഗങ്ങളുടെ നടപടികൾ അവൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നു. അലസതയുടെ അപ്പം അവൾ ഭക്ഷിക്കുന്നില്ല. അവളുടെ സന്താനങ്ങൾ അവളെ ഭാഗ്യവതി എന്ന് വിളിക്കുന്നു. അവളുടെ ഭർത്താവും അപ്രകാരം ചെയ്യുന്നു. അവൻ അവളെ ഇങ്ങനെ പ്രശംസിക്കുന്നു: പല സ്ത്രീകളും തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്, എന്നാൽ നീ അവരെയെല്ലാം അതിശയിക്കുന്നു. സൗകുമാര്യം വഞ്ചന നിറഞ്ഞതും സൗന്ദര്യം വ്യർത്ഥവുമാണ്, എന്നാൽ ദൈവഭക്തിയുള്ള സ്ത്രീ പ്രശംസ അർഹിക്കുന്നു. അവളുടെ അധ്വാനത്തെ വിലമതിക്കുവിൻ. അവളുടെ പ്രവൃത്തികൾ നഗരകവാടത്തിൽ അവൾക്ക് പ്രശംസയായിരിക്കട്ടെ. Chapter 26. Like snow in summer, or rain in harvest, honor for a fool is out of place. Like the sparrow in its flitting, like the swallow in its flight, a curse uncalled for arrives nowhere. The whip for the horse, the bridle for the ass, and the rod for the back of fools. Answer not the fool according to his folly, lest you too become like him. Answer the fool according to his folly, lest he become wise in his own eyes. He cuts off his feet, he drinks down violence, who sends messages by a fool. A proverb in the mouth of a fool hangs limp like crippled legs. Like one who entangles the stone in the sling is he who gives honor to a fool. Like a thorn stick brandished by the hand of a drunkard is a proverb in the mouth of fools. Like an archer wounding all who pass by is he who hires a drunken fool. As the dog returns to his vomit, so the fool repeats his folly. You see a man wise in his own eyes? There is more hope for a fool than for him. The sluggard says, there is a lion in the street, a lion in the middle of the square. The door turns on its hinges, the sluggard on his bed. The sluggard loses his hand in the dish. He is too weary to lift it to his mouth. The sluggard imagines himself wiser than 7 men who answer with good sense. Like the man who seizes a passing dog by the ears is he who meddles in a quarrel not his own. Like a crazed archer scattering firebrands and deadly arrows is the man who deceives his neighbor, and then says, I was only joking. For lack of wood the fire dies out, and when there is no tale-bearer, strife subsides. What a bellows is to live coals, what wood is to fire, such is a contentious man in enkindling strife. The words of a tale-bearer are like dainty morsels that sink into one's inmost being. Like a glazed finish on earthenware are smooth lips with a wicked heart. With his lips an enemy pretends, but in his inmost being he maintains deceit. When he speaks graciously, trust him not, for 7 abominations are in his heart. A man may conceal hatred under dissimulation, but his malice will be revealed in the assembly. He who digs a pit falls into it, and a stone comes back upon him who rolls it. The lying tongue is its owner's enemy, and the flattering mouth works ruin. Chapter 27. Boast not of tomorrow, for you know not what any day may bring forth. Let another praise you, not your own mouth, someone else, not your own lips. Stone is heavy and sand a burden, but a fool's provocation is heavier than both. Anger is relentless and wrath overwhelming, but before jealousy who can stand? Better is an open rebuke than a love that remains hidden. Wounds from a friend may be accepted as well meant, but the greetings of an enemy one prays against. One who is full tramples on virgin honey, but to the man who is hungry any bitter thing is sweet. Like a bird that is far from its nest is a man who is far from his home. Perfume and incense gladden the heart, but by grief the soul is torn asunder. Your own friend and your father's friend forsake not, but if ruin befalls you, enter not a kinsman's house. Better is a neighbor near at hand than a brother far away. If you are wise, my son, you will gladden my heart, and I will be able to rebut him who taunts me.
The shrewd man perceives evil and hides. Simpletons continue on and suffer the penalty. Take his garment, who becomes surety for another, and for the sake of a stranger yield it up. When one greets his neighbor with a loud voice in the early morning, a curse can be laid to his charge. For a persistent leak on a rainy day, the match is a quarrelsome woman. He who keeps her stores up a storm wind. He cannot tell north from south. As iron sharpens iron, so man sharpens his fellow man. He who tends a fig tree eats its fruit, and he who is attentive to his master will be enriched. As one face differs from another, so does one human heart from another. The nether world and the abyss are never satisfied, so too the eyes of men. As the crucible tests silver and the furnace gold, so a man is tested by the praise he receives. Though you should pound the fool to bits with a pestle, amid the grits in a mortar, his folly would not go out of him. Take good care of your flocks, give careful attention to your herds, for wealth lasts not forever, nor even a crown from age to age. When the grass is taken away, and the aftergrowth appears, and the mountain greens are gathered in, the lambs will provide you with clothing, and the goats will bring the price of a field, and there will be ample goat's milk to supply you, to supply your household, and maintenance for your maidens. Chapter 28. The wicked man flees, although no one pursues him, but the just man, like a lion, feels sure of himself. If a land is rebellious, its princes will be many, but with a prudent man it knows security. A rich man who oppresses the poor is like a devastating rain that leaves no food. Those who abandon the law praise the wicked man, but those who keep the law war against him. Evil men understand nothing of justice, but those who seek the Lord understand all. Better a poor man who walks in his integrity than he who is crooked in his ways and rich. He who keeps the law is a wise son, but the glutton's companion disgraces his father. He who increases his wealth by interest and overcharge gathers it for him who is kind to the poor. When one turns away his ear from hearing the law, even his prayer is an abomination. He who seduces the upright into an evil way will himself fall into his own pit, and blameless men will gain prosperity. The rich man is wise in his own eyes, but a poor man who is intelligent sees through him. When the just are triumphant, there is great jubilation, but when the wicked gain preeminence, people hide. He who conceals his sins prospers not, but he who confesses and forsakes them obtains mercy. Happy the man who is always on his guard, but he who hardens his heart will fall into evil. Like a roaring lion or a ravenous bear is a wicked ruler over a poor people. The less prudent the prince, the more his deeds oppress. He who hates ill-gotten gain prolongs his days. Though a man burdened with human blood were to flee to the grave, none should support him. He who walks uprightly is safe, but he whose ways are crooked falls into the pit. He who cultivates his land will have plenty of food, but from idle pursuits a man has his fill of poverty. The trustworthy man will be richly blessed. He who is in haste to grow rich will not go unpunished. To show partiality is never good, for even a morsel of bread a man may do wrong. The avaricious man is perturbed about his wealth, and he knows not when want will come upon him. He who rebukes a man gets more thanks in the end than one with a flattering tongue. He who defrauds father or mother and calls it no sin is a partner of the brigand. The greedy man stirs up disputes, but he who trusts in the Lord will prosper. He who trusts in himself is a fool, but he who walks in wisdom is safe. He who gives to the poor suffers no want, but he who ignores them gets many a curse. When the wicked gain preeminence, other men hide, but at their fall the just flourish. Chapter 29. The man who remains stiff-necked and hates rebuke will be crushed suddenly beyond cure. When the just prevail, the people rejoice, but when the wicked rule, the people groan.
He who loves wisdom makes his father glad, but he who consorts with harlots squanders his wealth. By justice a king gives stability to the land, but he who imposes heavy taxes ruins it. The man who flatters his neighbor is spreading a net under his feet. The wicked man steps into a snare, but the just man runs on joyfully. The just man has a care for the rights of the poor. The wicked man has no such concern. Arrogant men set the city ablaze, but wise men calm the fury. If a wise man disputes with a fool, he may rage or laugh, but can have no peace. Bloodthirsty men hate the honest man, but the upright show concern for his life. The fool gives vent to all his anger, but by biding his time the wise man calms it. If a ruler listens to lying words, his servants all become wicked. The poor and the oppressor have a common bond. The Lord gives light to the eyes of both. If a king is zealous for the rights of the poor, his throne stands firm forever. The rod of correction gives wisdom, but a boy left to his whims disgraces his mother. When the wicked prevail, crime increases, but their downfall the just will behold. Correct your son, and he will bring you comfort, and give delight to your soul. Without prophecy the people become demoralized, but happy is he who keeps the law. By words no servant can be trained, for he understands what is said, but obeys not. Do you see a man hasty in his words? More can be hoped for from a fool. If a man pampers his servant from childhood, he will turn out to be stubborn. An ill-tempered man stirs up disputes, and a hot-headed man is the cause of many sins. Man's pride causes his humiliation, but he who is humble of spirit obtains honor. The accomplice of a thief is his own enemy. He hears himself put under a curse, yet discloses nothing. The fear of man brings a snare, but he who trusts in the Lord is safe. Many curry favor with the ruler, but the rights of each are from the Lord. The evildoer is an abomination to the just, and he who walks uprightly is an abomination to the wicked. Chapter 30. The words of Agur, son of Jakeh the Massite. The pronouncement of mortal man, I am not God, I am not God, that I should prevail. Why, I am the most stupid of men, and have not even human intelligence. Neither have I learned wisdom, nor have I the knowledge of the Holy One. Who has gone up to heaven and come down again? Who has cupped the wind in his hands? Who has bound up the waters in a cloak? Who has marked out all the ends of the earth? What is his name? What is his son's name, if you know it? Every word of God is tested. He is a shield to those who take refuge in him. Add nothing to his words, lest he reprove you and you be exposed as a deceiver. 2 things I ask of you, deny them not to me before I die. Put falsehood and lying far from me. Give me neither poverty nor riches. Provide me only with the food I need. Lest, being full, I deny you, saying, Who is the Lord? Or, being in want, I steal and profane the name of my God. Slander not a servant to his master, lest he curse you, and you have to pay the penalty. There is a group of people that curses its father, and blesses not its mother. There is a group that is pure in its own eyes, yet is not purged of its filth. There is a group, how haughty their eyes, how overbearing their glance. There is a group whose incisors are swords, whose teeth are knives, devouring the needy from the earth, and the poor from among men. The 2 daughters of the leech are, Give, give. 3 things are never satisfied, 4 never say, Enough. The nether world and the barren womb, the earth that is never saturated with water, and fire that never says, Enough. The eye that mocks a father, or scorns an aged mother, will be plucked out by the ravens in the valley. The young eagles will devour it. 3 things are too wonderful for me, yes, 4 I cannot understand. The way of an eagle in the air, the way of a serpent upon a rock, the way of a ship on the high seas, and the way of a man with a maiden. Such is the way of an adulterous woman. She eats, wipes her mouth, and says, I have done no wrong.
Under 3 things the earth trembles, yes, under 4 it cannot bear up. Under a slave when he becomes king, and a fool when he is glutted with food, under an odious woman when she is wed, and a maidservant when she displaces her mistress. 4 things are among the smallest on the earth, and yet are exceedingly wise. Ants, a species not strong, yet they store up their food in the summer. Rock badgers, a species not mighty, yet they make their home in the crags. Locusts, they have no king, yet they migrate all in array. Lizards, you can catch them with your hands, yet they find their way into kings' palaces. 3 things are stately in their stride, yes, 4 are stately in their carriage. The lion, mightiest of beasts, who retreats before nothing, the strutting cock, and the he-goat, and the king at the head of his people. If you have foolishly been proud or presumptuous, put your hand on your mouth, for the stirring of milk brings forth curds, and the stirring of anger brings forth blood. Chapter 31. The words of Lemuel, king of Massa, the advice which his mother gave him. What, my son, my firstborn? What, O son of my womb? What, O son of my vows? Give not your vigor to women, nor your strength to those who ruin kings. It is not for kings, O Lemuel, not for kings to drink wine. Strong drink is not for princes, lest in drinking they forget what the law decrees, and violate the rights of all who are in need. Give strong drink to one who is perishing, and wine to the sorely depressed. When they drink, they will forget their misery, and think no more of their burdens. Open your mouth in behalf of the dumb, and for the rights of the destitute. Open your mouth, decree what is just, defend the needy and the poor. When one finds a worthy wife, her value is far beyond pearls. Her husband, entrusting his heart to her, has an unfailing prize. She brings him good and not evil all the days of her life. She obtains wool and flax and makes cloth with skillful hands. Like merchant ships, she secures her provisions from afar. She rises while it is still night and distributes food to her household. She picks out a field to purchase. Out of her earnings she plants a vineyard. She is girt about with strength, and sturdy are her arms. She enjoys the success of her dealings. At night her lamp is undimmed. She puts her hands to the distaff, and her fingers ply the spindle. She reaches out her hands to the poor, and extends her arms to the needy. She fears not the snow for her household. All her charges are doubly clothed. She makes her own coverlets. Fine linen and purple are her clothing. Her husband is prominent at the city gates as he sits with the elders of the land. She makes garments and sells them, and stocks the merchants with belts. She is clothed with strength and dignity, and she laughs at the days to come. She opens her mouth in wisdom, and on her tongue is kindly counsel. She watches the conduct of her household, and eats not her food in idleness. Her children rise up and praise her. Her husband too extols her. Many are the women of proven worth, but you have excelled them all. Charm is deceptive and beauty fleeting. The woman who fears the Lord is to be praised. Give her a reward of her labors, and let her works praise her at the city gates.